നമസ്കാരം, ഞാൻ ഡോക്ടർ ഗോപിനാഥ ഉള്ളി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ഇന്ന് ചർച്ചയ്ക്കായിട്ട് എടുക്കുകയാണ്. അതായത് വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒന്നാണ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നടുവേദന വളരെ സാധാരണയൊരു സംഭവമാണ്, സാധാരണ ഒരു കംപ്ലൈൻ്റാണ്. അതായത് ജലദോഷം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡോക്ടറെ കാണേണ്ടി വരുന്ന സന്ദർഭം നടുവേദനയായിട്ടാണ് എന്നാണ് ഇന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നടുവേദന അത്രയധികം സാധാരണയാണ്. പണ്ടൊക്കെ നടുവേദന ഉണ്ടാകുന്നത് കുറച്ച് പ്രായം ചെന്ന ആൾക്കാർക്കാണ്. അതായത് 40, 50, 60 വയസ്സ് കഴിഞ്ഞവർക്കായിരുന്നു നടുവേദന ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ചെറുപ്പക്കാർക്ക് പോലും, അതായത് 25, 30 വയസ്സുള്ള ചെറുപ്പക്കാർക്ക് പോലും ഇന്ന് നടുവേദന ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, അത് പരിഹരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെറുപ്പക്കാരിൽ നടുവേദന ഇന്ന് കൂടുതലാണ് എന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ജോലി സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങളാണ്. അതായത് ആധുനിക ജോലി സംസ്കാരം അനുസരിച്ച് നമ്മൾ കൂടുതൽ സമയവും ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. പണ്ടത്തെ പോലെ പാടത്ത് പണിയെടുക്കുകയോ അല്ലെ കയ്യാല കെട്ടുകയോ അല്ലെ ലോഡിങ് തൊഴിലാളികളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല, ജോലികളല്ല ഇന്നത്തേത്. ഇന്ന് കൂടുതൽ ആൾക്കാരും ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു. നമ്മുടെ മക്കളൊക്കെ ആണെങ്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, അവരൊക്കെ കൂടുതൽ സമയം, അതായത് 8, 10 മണിക്കൂറൊക്കെ ഒരേ ഇരിപ്പ് കമ്പ്യൂട്ടറിൻ്റെ അല്ലെ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരേ ഇരിപ്പ് കൂടുതൽ സമയം ഇരിക്കുന്നത് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം ഇന്ന് വളരെയധികം കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരേ ഇരിപ്പാണ്. പണ്ടൊക്കെ ഡോക്ടർമാർ നമ്മൾ സ്മോക്കിംഗ് ആണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അപകടകാരി അല്ലെ ശത്രു എന്ന് വിളിക്കുമായിരുന്നു. പക്ഷേ ഇന്നിപ്പം പറയുന്നത് സിറ്റിംഗ് ഈസ് ദി ന്യൂ സിഗരറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കസേരയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ വീട്ടിലാണെങ്കിലും കൂടുതൽ സമയം കസേരയിലിരിക്കുന്നു, കസേരയിലിരുന്ന് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ടി വി കാണുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കുന്നു. ഓഫീസിലാണെങ്കിൽ പറയേ വേണ്ട, മുഴുവൻ സമയവും ആൾക്കാർ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരേ ഇരിപ്പ് കൂടുതൽ സമയം ഇരിക്കുന്നത് കൊണ്ട് നടുവേദന മാത്രമല്ല മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അവർക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്, അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അവർക്ക് ഒബീസിറ്റി അല്ലെ അമിതവണ്ണം ഉണ്ടാകുവാനുള്ള ഒബീസിറ്റി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്, അവരുടെ BP ഉയരുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല പല ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മൾ ഒരേ ഇരിപ്പ് ദീർഘനേരം ഇരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഓഫീസിലും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിലും ഒക്കെ ജോലി ചെയ്യുന്നവർ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ഇരിപ്പാണ്. അതായത് അവരുടെ പൊസിഷൻ, അവരുടെ പോസ്ചർ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതായത് കൂടുതൽ ആൾക്കാരും കസേരയിൽ ഇരിക്കുമ്പോൾ മുന്നോട്ട് ആഞ്ഞാണ് ഇരിക്കുന്നത്. അത് നടുവിന് ഒരു ബെൻഡിങ് ആയിട്ട് വരും. അത് പാടില്ല. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഇരിക്കുന്ന കസേരയുടെ പുറകിൽ നമ്മുടെ ബാക്ക് റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അത് പുറകിലത് മുട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇതുപോലുള്ള ഒരു കുഷൻ നമ്മുടെ പുറകിൽ വെക്കാം. അപ്പോൾ നടുവിന് ഒരു സപ്പോർട്ടായിട്ട് കിട്ടും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പോസ്ചർ നമുക്ക് ശരിയാക്കാൻ പറ്റും. അതായത് നമ്മൾ കസേരയിലിരിക്കുമ്പോൾ നമ്മൾ നിവർന്ന് നടു വളയാതെ തന്നെ നമ്മൾ ഇരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നട്ടലിനുള്ള ആ മസിലിനൊന്നും വലിയ സ്ട്രെയിൻ വരത്തില്ല. അപ്പോൾ അത് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ സൂചിപ്പിച്ച സ്ട്രെയിൻ ഉണ്ടാകുന്നു. നമ്മുടെ നട്ടലിന് 2 സൈഡിലായിട്ട് കുറച്ച് പേശികളുണ്ട്. അതിനെ പാരാസ്പൈനൽ മസിൽസ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. അപ്പോൾ ഈ പാരാസ്പൈനൽ മസിൽസ് നമ്മൾ ദീർഘനേരം ഒരേ ഇരിപ്പ് ഇരിക്കുമ്പോൾ, അതായത് 40 മിനിറ്റിൽ കൂടുതൽ ഒരേ ഇരിപ്പ് ഇരിക്കുമ്പോൾ ഈ പാരാസ്പൈനൽ മസിൽസിനെ കൊണ്ട് നമ്മൾ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്നു, അതിന് സ്ട്രെയിൻ ഉണ്ടാകുന്നു, അത് മുറുകുന്നു. അപ്പോൾ അങ്ങനെ മസിൽസ് കൂടുതൽ മുറുകുന്നതുകൊണ്ട് നമുക്ക് അവിടെ അതിൻ്റെ വേദന ഉണ്ടാകുന്നു. അപ്പോൾ നടുവേദന ഉണ്ടാകുന്നു. നടുവേദന ഉണ്ടായാൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ സമീപിക്കുന്നു. ഡോക്ടറെ സമീപിക്കുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് അനാൾജസിക് അല്ലെ വേദനയ്ക്കുള്ള ഗുളിക തരുന്നു. അതിൻ്റെ കൂടെ മറ്റൊരു ഗുളിക കൂടി നിങ്ങൾക്ക് തന്നിരിക്കും, മറ്റൊരു മരുന്ന് കൂടി നിങ്ങൾക്ക് തന്നിരിക്കും. അതായത് മസിൽ റിലാക്സൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ നിങ്ങൾക്ക് തരും. ഈ മസിൽ റിലാക്സൻ്റ് ഗുളികകൾ ഈ മസിലിനെ റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മസിലിൻ്റെ ആ പിരിമുറുക്കം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വേദന കുറയും. അപ്പോൾ ഈ പാരാസ്പൈനൽ മസിൽസ് അതിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. അതായത് നമ്മൾ കൂടുതൽ സമയം ഒരേ ഇരിപ്പ് ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഈ മസിൽസിന് ബലക്ഷയം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ പാരാസ്പൈനൽ മസിൽസിൻ്റെ ഈ സ്ട്രെയിൻ അല്ലെങ്കിൽ അതിൻ്റെ മുറുക്കം നമുക്ക് കുറയ്ക്കുവാൻ നമുക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വരും.
അതായത് നിങ്ങൾ ഗുളികയോ അല്ലെങ്കിൽ മസിൽ റിലാക്സൻ്റ് മരുന്നുകളോ ഉപയോഗിക്കുന്നത് കൊണ്ട് തൽക്കാലം പരിഹാരം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നടുവേദന മാറണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ 40 മിനിറ്റിൽ കൂടുതൽ ഒരേ ഇരിപ്പ് നിങ്ങളുടെ ഓഫീസിൽ ഇരിക്കരുത്. ഓഫീസിലായാലും വീട്ടിലായാലും എവിടെയായാലും 40 മിനിറ്റിൽ കഴിയുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് അല്പം നടക്കുകയെങ്കിലും ചെയ്യണം. ഇനി നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ മാത്രമാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുകയെങ്കിലും ചെയ്യണം. ഇനി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുകയില്ലെങ്കിൽ അന്നേരവും പോംവഴികളുണ്ട്. അതായത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചില സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഒരു അനക്കം വരും, നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നുകൂടി ഒന്ന് ഓഗ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നിങ്ങളെ സംരക്ഷിക്കും. അപ്പോൾ ചെറിയ ചില സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ അത് നിങ്ങൾക്ക് ഓഫീസ് എക്സർസൈസ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ തന്നെ ഓഫീസിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ചിലതാണ്. അത് 2-3 എണ്ണം കുറച്ച് എണ്ണം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ ചെയ്യാവുന്നതാണ്. വളരെ ലളിതമാണ്, ഒരു ഇൻസ്ട്രുമെൻറ്റും ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് കൈകൾ നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആം സ്ട്രെച്ച് എന്ന് പറയും. അതായത് 2 കൈകളും നിങ്ങൾ പൊക്കുക, തലയ്ക്ക് മുകളിൽ കൊണ്ടുവരിക, നമസ്തേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പിടിക്കുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇരുന്നുകൊണ്ടാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 10 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൈകളെല്ലാം ഒന്ന് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങോട്ട് കൂടുതൽ രക്തം എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ ഹാർട്ട് ഇച്ചിലൂടെ പ്രവർത്തിക്കും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കൂടും. അപ്പോൾ നിങ്ങളുടെ ബ്ലഡ് സ്റ്റാഗ്നേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ജീവിതശൈലി രോഗങ്ങൾ, നടുവേദനയൊക്കെ അകറ്റി നിർത്താനും പറ്റും. അപ്പോൾ 1 ആം സ്ട്രെച്ച് ഞാൻ കാണിച്ചതുപോലെ. 2 നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്റ്റ് ചെയ്യാം. റിസ്റ്റിനകത്ത് ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും ചെയ്യുക. നിങ്ങളുടെ ഫിംഗർ ഇങ്ങനെ വെക്കുക, അതായത് ഒരു ബോളിൽ പിടിക്കുന്നത് പോലെ നിങ്ങൾക്കിങ്ങനെ കുറച്ച് സമയം ഒരു 10 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആംഗിൾ വേണമെങ്കിൽ ചെയ്യാം, ആംഗിളല്ല എൽബോ ചെയ്യാം, അതായത് ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യാം, ഫ്ലെക്സും എക്സ്റ്റൻഷനും ചെയ്യാം. കയ്യിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് നമ്മളുടെ നെക്കിന് ഉള്ള ചെറിയ സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യാം. അതായത് കഴുത്ത് നിങ്ങൾ താഴേക്ക് മുട്ടിക്കുക, നിങ്ങളുടെ ചിന്ന് താഴോട്ട് കൊണ്ടുവരിക, ഇങ്ങനെ വെക്കുക, പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ഏറ്റവും പുറകിലോട്ട്, ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഈ ചെവി നിങ്ങളുടെ റൈറ്റ് ഷോൾഡറിൽ വരണം, റൈറ്റ് ഇയർ റൈറ്റ് ഷോൾഡറിൽ വരാവുന്ന പോലെ ഫ്ലെക്സ് ചെയ്യുക. നേരെ തിരിച്ച് ലെഫ്റ്റ് ഇയർ ലെഫ്റ്റ് ഷോൾഡറിൽ വെക്കാവുന്ന പോലെ ചെയ്യുക. ഇങ്ങനെ ഒരു 10-15 പ്രാവശ്യം ചെയ്യുക. അത് നിങ്ങളുടെ നെക്ക് മസിൽസിന് അതിൻ്റെ സ്പാസം കുറയ്ക്കും. നിങ്ങൾക്ക് കഴുത്ത് വേദന അല്ലെ പെടലി വേദന ഉണ്ടാകാതിരിക്കും. അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം. അതായത് നിങ്ങൾ കൈകൾ ബോത്ത് ആംസ് നിങ്ങൾ ഫ്രണ്ടിൽ കൊണ്ടുവരിക ഇതേപോലെ, എന്നിട്ട് നേരെ പുറകോട്ട് കൊണ്ടുപോവുക, അതായത് അറ്റ് ദ ലെവൽ ഓഫ് ദ ഷോൾഡർ. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റിലെ മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു 10 പ്രാവശ്യം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോൾഡർ റോൾ എന്ന് പറഞ്ഞൊരു എക്സർസൈസ് ഉണ്ട്. അതായത് ഷോൾഡർ ഇങ്ങനെ ഒന്ന് ചുഴറ്റുക, 2 ഷോൾഡറും ചുറ്റുക. പിന്നെ അത് ആദ്യം ഒരു വശത്തേക്ക്, പിന്നെ അത് പുറകിൽ നിന്ന് മുന്നോട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അതൊക്കെ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന വ്യായാമമാണ്. പിന്നെ നിങ്ങൾക്ക് കാലിൽ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാം. മുട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് മടക്കുകയോ നൂർക്കുകയും ചെയ്യാം. 2 നിങ്ങളുടെ ആംഗിൾ സ്ട്രെച്ച് ചെയ്യാം. നിങ്ങളുടെ വിരലുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യായാമമുണ്ട്, സോളിയസ് പുഷപ്പ് എന്ന് പറയും. അത് പ്രമേഹമുള്ളവർക്കൊക്കെ ഇന്ന് അഡ്വൈസ് ചെയ്ത ഒരു വ്യായാമമാണ്. കാല് നിലത്ത് കുത്തിയിട്ട് നിങ്ങളുടെ ഉപ്പൂറ്റി നേരെ പൊക്കുക, 2 ഉപ്പൂറ്റി മുകളിലോട്ട് പൊക്കുക, പിന്നെ പഴയ പൊസിഷനിൽ കൊണ്ടുവരിക, പിന്നെയും പൊക്കുക. അതാണ് സോളിയസ് പുഷപ്പ്. അപ്പോൾ ഈ സോളിയസ് മസിൽസ് ആക്ട് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കും, രക്തഓട്ടത്തിന് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്ന മസിൽ പമ്പ് ഈ സെക്കൻഡ് ഹാർട്ട് കൂടുതലായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രയോജനങ്ങളാണ് നമ്മൾ ചെറിയ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്താൽ ഉണ്ടാകുന്നത്. അപ്പോൾ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ നമ്മൾ എന്തെല്ലാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പാരാസ്പൈനൽ മസിൽസിന് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യുവാൻ വേറെ ചെറിയ കാര്യങ്ങൾ കൂടി ചെയ്യാം. അതായത് ഈ പാരാസ്പൈനൽ മസിൽസ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ ബലം കുറയും, അല്ലെങ്കിൽ മസിൽസ് ക്ഷയിച്ചു പോകും. അപ്പോൾ പാരാസ്പൈനൽ മസിൽസിൻ്റെ ബലം കൂട്ടാൻ വേണ്ടി, മറ്റേ സ്ട്രെച്ചിങ് ആയിരുന്നു, ഇവിടെ അതല്ല, ഇതിൻ്റെ ബലം കൂട്ടാൻ വേണ്ടി നമുക്ക് മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം ചെയ്യാം. അതായത് പാരാസ്പൈനൽ മസിൽസിനെ നമുക്ക് പോഷിപ്പിക്കാം.
അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ അത് നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, ബാക്ക്വേർഡ് എക്സ്റ്റൻഷൻ. പിന്നെ മുന്നോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് മുട്ടുമടക്കാതെ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ പാദത്തിൽ സ്പർശിക്കുക. അത് നല്ലൊരു എക്സർസൈസാണ്. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒത്തിരി എക്സർസൈസുണ്ട്. അതായത് ബ്രിഡ്ജ് എന്നും പറഞ്ഞുള്ള എക്സർസൈസ് ഉണ്ട്, പ്ലാങ്ക് എന്നും പറഞ്ഞുള്ള എക്സർസൈസ് ഉണ്ട്. അതൊക്കെ കിടന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാരാസ്പൈനൽ മസിൽസിനെ നമുക്ക് നല്ല ബലവത്തുള്ളതാക്കാൻ പറ്റും. അത് നിങ്ങൾക്കൊന്നെങ്കിൽ ഒരു ഓർത്തോപീഡിക് സർജനെ കാണാം, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുവാണെങ്കിൽ അവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ പിന്നെ നമ്മൾ ഈ ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലുന്നത് ഓർത്തോപീഡിക് സർജനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അവർ ഇതിൻ്റെ വ്യായാമങ്ങൾ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ 40 മിനിറ്റിൽ കൂടുതൽ ഒരേ ഇരിപ്പ് ഒരു കസേരയിൽ ഇരിക്കാതിരിക്കുക. അത് ഓഫീസിലായാലും കൊള്ളാം, വീട്ടിലായാലും കൊള്ളാം, എവിടെയായാലും കൊള്ളാം. 40 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഒരു ചെറിയ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ അല്പം നടക്കുക, അല്ലെങ്കിൽ സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഒരു വലിയ പ്രയോജനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് നടുവേദന ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരികയില്ല, നിങ്ങൾക്ക് സ്ട്രോക്ക് വരികയില്ല. ഇങ്ങനെ പലവിധ രോഗങ്ങളെയും നമുക്ക് പുറത്ത് നിർത്തുവാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ചെറിയ ഒരു കാര്യം. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുമല്ലോ. എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.